ഗൾഫിലേക്കുള്ള വിമാന സർവീസ് വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ ഗൾഫിലും പ്രതിഷേധം ശക്തം. സർവീസ് വെട്ടിക്കുറയ്ക്കുന്നതോടെ രൂപപ്പെടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി. ഗൾഫിലേക്കുള്ള 75% വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തീരുമാനം കേരളത്തിൽ നിന്നുള്ള പ്രവാസികളെയാണ് ഏറെ പ്രയാസത്തിലാക്കുകയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയത്. പ്രതിസന്ധി പരിഹരിക്കാൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് അസോസിയേഷൻ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വിമാന സീറ്റുകൾ സംബന്ധിച്ച ഉഭയകക്ഷി ധാരണകൾ പുതുക്കി കൂടുതൽ വിമാന കമ്പനികൾക്ക് അവസരം നൽകാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് OICC ഗ്ലോബൽ നേതാവ് അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ മറ്റൊരു ജില്ല പോലെ അത്രയും സുപരിചിതമായ രീതിയിൽ ഇടപാടുകൾ നടത്തുന്ന ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് ഇത് വലിയൊരു തിരിച്ചടിയാണ്. കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കേരളത്തിലെ MP-മാരും ഇതിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ സെക്ടറിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. പ്രവാസികൾക്കിടയിലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടിയോട് കടുത്ത വിയോജിപ്പുണ്ട്. നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഈ ചെറിയ ശമ്പളക്കാർ ജോലിക്കാർ എന്താ ചെയ്യുക? ബിസിനസ്സുകാരും ഓക്കെ, കണ്ണൂരാണെങ്കിൽ ഫ്ലൈറ്റ് കുറച്ച് വരെ ഇന്ത്യക്കോ വരെ ഏറെ ഇന്ത്യ എന്താണ് ഉള്ളത്, അതിനാണെങ്കിൽ എല്ലായിടത്തും പോകുന്നതിനേക്കാൾ ഡബിൾ പൈസ. കൊച്ചിയിൽ പോയാലും എവിടെ പോയാലും എന്തും പൈസ കൂടുതലാണ്. നേരെ മറിച്ച് യൂറോപ്യൻ കൺട്രിയിൽ പോയാൽ ഇത്ര പൈസൻ്റെ ആവശ്യമില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് സംബന്ധിച്ചും പല പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ടൈം വൈകിട്ടും പല പ്രശ്നങ്ങളും പലതവണയായിട്ട് കാണപ്പെടാറുണ്ട്. പക്ഷേ എങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെയാണ് ഇന്ന് പ്രവാസികളായി കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ത്യ എക്സ്പ്രസ് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ചീപ്പസ്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ അവരത് കുറയ്ക്കാന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ആശ്രയിക്കുന്നത് നമ്മൾ നല്ല രീതിയിലാണ്. ചീപ്പായിട്ടുള്ളൊരു ഫിഗറാണ് അവരുടെ ഫിഗർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്നാണ് എപ്പോഴും നമ്മൾ നോക്കാറുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. മീഡിയ 1 ദുബായ്.